എന്തുകൊണ്ടാണ് ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കുട്ടിയെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം തന്നെ കാണുമെന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഓട്ടിസം ഉള്ള കുട്ടി വന്നു വിചാരിക്കുക, ഒരു ബിഹേവിയറായിട്ട്. അപ്പോൾ ആ ബിഹേവിയർ കുട്ടിക്ക് ഒരു മെഡിക്കലോ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടാണോ എന്നായിരിക്കും ആദ്യം ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പീഡിയാട്രിഷ്യൻ നോക്കുന്നുണ്ടാവുക. ചിലപ്പോൾ സീഷേഴ്സ് കാരണം, സ്ലീപ്പ് ഇഷ്യൂസ് കാരണം, ഒരു കോൺസ്റ്റിപ്പേഷൻ കാരണം പോലും ഒരു പുതിയ ബിഹേവിയർ വരാം. ആ ബിഹേവിയർ വരുന്നതിന് കാരണം ഒരു അറ്റൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് നീഡ് കൊണ്ടാണോ എന്ന് നോക്കുന്നതായിരിക്കും സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ബിഹേവിയർ കാണിച്ചൊരു സെൻസറി പ്രോസസ്സിങ്ങിൻ്റെ കാരണത്താലാണോ എന്നുണ്ടായിരിക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നോക്കുന്നുണ്ടാവുക. ചിലപ്പം ബിഹേവിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ്റെ നീഡ് കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി കാരണവും കാണിക്കാറുണ്ട്. അത് ആയിരിക്കും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് നോക്കുന്നുണ്ടാവുക. സോ ഒരു ബിഹേവിയറിന് തന്നെ പല പേഴ്സ്പെക്റ്റീവിലും ആണ് പല ആളുകൾ നോക്കുന്നുണ്ടാവുക. അൾട്ടിമേറ്റ്ലി ആ കുട്ടിക്ക് ഒരു കറക്റ്റായിട്ടൊരു ഡയഗ്നോസിസ് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നുണ്ടാവുക. ഒരു സിമ്പിൾ ബിഹേവിയർ പോലും മാനേജ് ചെയ്യാൻ ഒരു ടീം ഉണ്ട് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും.